loneliness is something that we've tried to explore. ഒരു വലിയൊരു എക്സ്റ്റെൻറ്റിലേക്ക് we've tried to explore loneliness as a concept. They have no like real friendships, they don't have family. അപ്പം ആ ഒരു പോയിന്റില്ലേ, there is not even family for you എന്നുള്ളൊരു കാര്യം, not even ആ റേഞ്ചിൽ സെഗ്മെന്റ് കൂടെ അല്ലേ, she is real. It's a desperate need and want for like belonging. From Tina Mol in Nyan Prakashan to Charu in Sugamano Sugamana, the actor's journey has been steady and strong. Joining us today is actor Devika Sanjeev. Welcome to Thank 24. you so much. So, ആദ്യം തന്നെ സുഖമാണോ സുഖമാണോ എന്നുള്ള ടൈറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ദേവിക അടുത്ത് ചോദിക്കുവാണ്, സുഖമാണോ? സുഖമാണ്. ടയർഡ് ആണോ? കുറച്ച് ഇന്നത്തെ ബിസി സ്കെഡ്യൂൾ തിയേറ്റർ വിസിറ്റ്സ് ഒക്കെ ആയിട്ട് കുറച്ച്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. സോ ഇപ്പൊ ചാരു എന്ന് പറയുന്ന ക്യാരക്ടർ പുറമേ നിന്ന് നമ്മളിപ്പോൾ ഒരു ട്രെയിലറിലെ പീക്സിൽ നിന്നൊക്കെ ഷീസ് വെരി ബബ്ലി, കുറച്ച് എക്സ്ട്രോ ഔട്ട് ഗോയിങ് ആണ്. പക്ഷെ അതിൽ കുറച്ച് ലെയേഴ്സ് ഉണ്ട്, വേറെ ലോൺലിനെസ്, വൾണറബിലിറ്റി, അങ്ങനത്തെ കുറച്ച് തീംസും കൂടി നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഐ വോണ്ട് ടു നോ, എന്താണ് ചാരു ഉള്ളിൽ ഒളിപ്പിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ, ഒരു ജസ്റ്റോ നമുക്ക് പറഞ്ഞുതരാമോ? സി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോൺലിനെസ് ഇസ് സംതിങ് ദാറ്റ് we've tried to explore. ഒരു വലിയൊരു എക്സ്റ്റെൻറ്റിലേക്ക് we've tried to explore loneliness as a concept നമ്മളെ പടത്തിൽ. അപ്പം the very fact that ഇപ്പം ഇത്രയും ആൾക്കാർക്ക് they are insanely lonely. We are becoming more and more nuclear. അതിൻ്റെ കൂടെ what is happening is that people don't have anybody that they can like trust with information, and they don't have enough interest ബാക്കിയുള്ളവരുടെ ലൈഫിൽ. So it like ends up being a lonely world for like a lot of people. So that is the reality that we are living with right now. അപ്പം that is something that ഈ മൂന്ന് ക്യാരക്ടേഴ്സ്, നമ്മുടെ മെയിൻ മൂന്ന് ക്യാരക്ടേഴ്സ്, ചാരു, തിയോ, ഐപ്പ് എന്ന് പറഞ്ഞിട്ട് ജഗദീഷ് ഏട്ടൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ, തിയോ എന്ന് പറയുന്ന മാത്യുയുടെ ക്യാരക്ടർ, ചാരു എന്ന് പറഞ്ഞ ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടർ, ഇവർ മൂന്നുപേരും ഇൻസെയിൻലി ലോൺലിയാണ്. ദേ ഹാവ് നോബഡി ടു ടോക്ക് ടു, ദേ ഹാവ് നോ ലൈക്ക് റിയൽ ഫ്രണ്ട്ഷിപ്സ്, ദേ ഡോണ്ട് ഹാവ് ഫാമിലി. അപ്പം ആ ഒരു പോയിന്റില്ലേ, ദർ ഇസ് നോട്ട് ഈവൻ ഫാമിലി ഫോർ യു എന്നുള്ളൊരു കാര്യം യൂഷ്വലി മോർ ഓഫൻ ദൻ നോട്ട്. എന്താന്ന് വെച്ചാൽ ഫാമിലിയിലെങ്കിലും എന്തെങ്കിലും ഒന്നോ രണ്ടോ ഒരു സ്പേസ് ഉണ്ടാവും നമുക്ക്, സിബ്ലിങ്സോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാള്. പക്ഷെ ആ പോസിബിലിറ്റിയും കൂടി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൗ ഡിഫിക്കൾട്ട് ലൈഫ് ഇസ് ഫോർ ദെം ഇസ് സംതിങ് ദാറ്റ് വീവ് ലൈക്ക് ട്രൈ ടു കവർ ഇൻ ഡെപ്ത്, ആൻഡ് ലൈക്ക് ഹൗ ദേ വുഡ് ഡീൽ വിത്ത് ഇറ്റ്. അപ്പൊ ചാരുയുടെ ക്യാരക്ടർ ഇൻ ദ സെൻസ് ദാറ്റ് ഷീ ഓൾസോ ജസ്റ്റ് വാണ്ട്സ് ടു ബിലോങ്. അപ്പം അവളുടെ ആക്ഷൻസ് എന്താണെങ്കിലും ഇറ്റ് ഇസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സോ ദാറ്റ് ലൈക്ക് ഷീ ഫീൽസ് ലൈക്ക് ഷീ ഹാസ് സംബഡി. അത് ഏത് കണ്ടീഷനിലാണെങ്കിലും, സർക്കംസ്റ്റാൻസസ് ആണല്ലോ. ഇപ്പം പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്ത് സർക്കംസ്റ്റാൻസിലാണ് ദാറ്റ് ലൈക്ക് ദേ മീറ്റ് ആൻഡ് ലൈക്ക് വാട്ട് വാസ് ഷീ ട്രൈങ് ടു ഡു ആ സമയത്ത് എന്നുള്ളത്. സോ ഇറ്റ്സ് എ ഡെസ്പെറേറ്റ് നീഡ് ആൻഡ് വാണ്ട് ഫോർ ലൈക്ക് ബിലോങ്ങിങ്. ദാറ്റ്സ് വാട്ട് എൻ്റെ അടുത്ത ക്വസ്റ്റ്യനും അതായിരുന്നു. ഇപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ലവ് സ്റ്റോറീസ് ഇപ്പോൾ ഓഫ് ലേറ്റ് ഉള്ളത് കുറച്ചും കൂടി സർഫസ് ലെവൽ റൊമാൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ബട്ട് വെൻ യു കം ടു സുഖമാണ് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് വിച്ച് നോർമലി നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്ത, ബിക്കോസ് അത് കുറച്ചും കൂടി ഒരു സേഫർ ഓപ്ഷനാണ്, എസ്പെഷ്യലി വിത്ത് ക്രൂ ലൈക്ക് ജഗദീഷ് സർ. ആൻഡ് ദെൻ ദി ക്യാരക്ടർ പ്ലേഡ് ബൈ തിയോ ഇസ് അഗൈൻ വെരി ഇൻട്രോവേർട്ട്. സോ അതെല്ലാം ഒരു ഇന്റർകണക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ മൈ ക്വസ്റ്റ്യൻ വാസ്, ചാരു ലോൺലിനെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതും ആ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള തിയോയുടെ അടുത്തുള്ള ഒരു കണക്ഷനും നിങ്ങൾക്ക് റിഹേഴ്സൽസ് ഉണ്ടായിരുന്നോ? ആൻഡ് ഈവൻ ഡ്യൂറിങ് റിഹേഴ്സൽസ് ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നതിൽ വാസ് ദെയർ എ ഡിഫിക്കൽട്ടി ഓർ ഡിഡ് ഇറ്റ് ജസ്റ്റ് കം ഈസി? No, it wasn't very difficult. കാരണം once you're like comfortable to work with somebody, I think like things become very organic. Organic and like a lot easier. So ആ ഒരു കാര്യത്തിൽ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബിക്കോസ് me and Matthew, we are like almost same age, same interest. അപ്പം we never had a problem connecting. So and like obviously with the character, everybody has empathy, right? So you like feel for the character and connect with the character, and when there is a possibility of like banter,
അപ്പോൾ ഞാനും മാത്യു ഇരിക്കുമ്പോൾ തന്നെ if there is like possibility, it also like helps us build the characters a little better than like yeah. So, if I had to ask you, Nyan Prakashanle Tina Mol to Devika in as Charu in Sugamanu, actor എന്നുള്ള രീതിയിൽ എന്താണ് ഇമോഷണലി സൈക്കോളജിക്കലി ഷിഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നത്, ഓർ അങ്ങനെ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അതിപ്പം എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങള് we've seen you grow from then till now. So പുറമേ നിന്ന് കാണുമ്പോൾ we feel like കുറച്ചും കൂടി we are able to see more of the actor in you with a lot of the recent projects. We've just had the Delulu storm. പക്ഷെ as somebody സിനിമ കണ്ട ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് അത് ഒരിക്കലും ഒരു സിമിലാരിറ്റി, ഒരു വേവ് ഓഫ് സിമിലാരിറ്റി എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ചാരു എന്ന് പറയുന്ന ആള് ചാരുവിൻ്റെതായിട്ടുള്ള ക്വർക്സും ചാരുവിൻ്റെതായിട്ടുള്ള ഡിസയേഴ്സും ചാരുവിൻ്റെതായിട്ടുള്ള മറ്റുള്ളവർക്ക് ക്രേസി ആണെന്ന് തോന്നുന്ന കാര്യങ്ങളും ഓപ്പൺലി ഓൺ ചെയ്ത് നമ്മുടെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ആയാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയാണ്. സോ ഈ കമ്പാരിസൺസോ അല്ലെങ്കിൽ ഇപ്പൊ കോമൻസിലൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് 2-3 കണ്ടു. പക്ഷെ അതിന്റെ താഴത്തെ കോമൻസ് ഉണ്ട് കേട്ടോ, സിനിമ കണ്ടവർ പോയി പറയുന്നുണ്ട് ഇല്ല ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ ഇത് പോർട്രേ ചെയ്യുമ്പോൾ ഐ എം പ്രിറ്റി ഷുവർ അപ്രോച്ച് ഓൾസോ ഇസ് വെരി ഡിഫറെന്റ്, നോ? സോ പ്രൈമറിലി എനിക്ക് തോന്നുന്നു ബിക്കോസ് ദാറ്റ് ആ ഒരു ഐഡിയ ഇപ്പോൾ പീപ്പിൾ ഹാവ് ഇറ്റ് ഇൻ ദ ഹെഡ്, അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക് ദറ്റ് കണക്ഷൻ. പക്ഷേ what is happening in Sugamanu is that you never know what your mind is capable of doing. Yeah. So when you are extremely lonely, you push your limits. Yes. And it is possible that you imagine things that really aren't there. Yeah. So from the beginning, I used to keep saying that like you really don't have any understanding of what your mind could be capable of I agree. creating. So that is exactly what happens. Theo is creating in his head a world which like makes sense to him and only him, because all he wants is like people to like talk to, and he's just like created figments of his imagination. Or like that is again like not ghosts or like not spirits, or it is none of those things. The ideology itself is different, because തിയോന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒന്നും ഒരു സ്പേസ് ഇല്ലാണ്ട് നമ്മുടെ മൈൻഡ് പുഷായി നിൽക്കുന്ന ഒരു സമയത്ത് that's a psychological normal thing that happens. So എനിക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, where I didn't want audience to think that because അങ്ങനെ ഒരു ട്രേറ്റ് ഉള്ള ക്യാരക്ടറേ അല്ല as somebody who's watched the movie. Also Charu comparison, Charu is not even our range segment kuda, she is real and she's somebody who we've seen among us also. So again, it's a Valentine's Day release. Appo Devikakku love, is it practical അല്ലെങ്കിൽ അതൊരു poetic ആണോ? It's very poetic for me. Yeah. I'm very stupid like that. And like I believe that if you are loving, you just love entirely, fully, from the bottom of your heart. Otherwise, what is the point? Yeah, no? Yeah. And I hope your journey gets bigger and better, and we've a lot more chances to speak about wonderful movies that you'll be doing again. Thank you so much for taking the time and speaking to us. Bye. Thank you. Bye.